നമ്മളിന്ന് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിലേക്കാണ് കേട്ടോ പോണത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ബാലരൂപത്തിലുള്ള കൃഷ്ണനാണ് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തുടങ്ങി തന്നെ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് കുളിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനും അമ്മയും കൊച്ചും കൂടെ നടന്നാണ് കേട്ടോ പോണത്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അമ്പലം പൊളിച്ച് പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് അപ്പുറത്തെ സൈഡിലേക്കാണ് ഇപ്പോൾ അമ്പലം മാറ്റിയേക്കുന്നത് കേട്ടോ. ഈ സൈഡിൽ കാണുന്ന ചെറിയ ക്ഷേത്രമാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. നേരത്തെ അമ്പലത്തിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. ഇതാണ് നേരത്തെ ഉണ്ടായിരുന്ന അമ്പലം കേട്ടോ. ഭയങ്കര ഐശ്വര്യമായിരുന്നു കേട്ടോ നേരത്തെ അമ്പലത്തിന്. ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവിടെ അതിൻ്റേതായ കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം കൃഷ്ണൻ എന്തായാലും അപ്പോഴാണെങ്കിലും ഇപ്പോഴാണെങ്കിലും നല്ല ചൈതന്യമുള്ള കൃഷ്ണൻ തന്നെയാണേ. അവിടെ വെണ്ണ കിട്ടുന്നതുകൊണ്ട് കുട്ടികൾക്കെല്ലാം അവിടെ പോകാൻ ഭയങ്കര ഇഷ്ടവുമായിരിക്കും. പിന്നെ ചരടും കാര്യങ്ങളൊക്കെ കെട്ടും കേട്ടോ. ഈ അമ്പലത്തിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂതനയെ വധിച്ച ശേഷം കൃഷ്ണൻ്റെ ഉള്ളിലുള്ള വിഷം മാറ്റാനായിട്ട് യശോദ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയും ആകാശത്ത് നിന്ന് അമൃതവർഷം ഉണ്ടാവുകയും ചെയ്ത് കിണർ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന ആകർഷണമായിട്ട് പറയണത് കേട്ടോ. ആ വെള്ളത്തിൽ കുട്ടികളെ കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് എല്ലാ ബാലാരിഷ്ടതകളും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും എന്നുള്ളതാണ്. മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ആൾക്കാർ കുട്ടികളെയും കൊണ്ട് വരാറുണ്ട് കേട്ടോ ഈ ക്ഷേത്രത്തെ പറ്റി അറിഞ്ഞിട്ട്. അപ്പം നമ്മൾ ചെന്ന ദിവസം വളരെ പ്രത്യേകതയുള്ളൊരു ദിവസം കൂടിയായിരുന്നു കേട്ടോ. അവിടെ അമ്പലത്തിന് പുതിയ ചെമ്പോല വിരിച്ചുകൊണ്ടിരിക്കുന്ന ദിവസം കൂടെയായിരുന്നു കേട്ടോ. അപ്പം നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ശാന്തി പറയുകയും ചെയ്തായിരുന്നേ നല്ല ദിവസമാണ് വന്നതെന്നുള്ളത്. അപ്പോൾ അവിടെ വരുന്ന കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ചെമ്പോല വിരിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞ് ചെറുതായതുകൊണ്ട് നമുക്കത് ചെയ്യിക്കാൻ പറ്റിയില്ലായിരുന്നേ. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പ്രസാദം മേടിച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് തിന്നുവാണ് കേട്ടോ ഒരാൾ. അവിടുത്തെ പ്രസാദം ഭയങ്കര ഇഷ്ടമാണ്. വെണ്ണയും അവലും മലരും എല്ലാം ഉണ്ടാവും. നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ വീട്ടിയിട്ട് പോയിട്ടോ.